ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഷാർജ അൽനാദയിലുള്ള മിയാമോൾ, അതായത് നമ്മുടെ നെസ്റ്റോയിലെ 3rd ഫ്ലോറിലാണ് കേട്ടോ. 3rd ഫ്ലോറിലെ ഇൻഡോർ പ്ലേ ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം നമ്മുടെ ഈ ഒരു പ്ലേ ഏരിയയും അവിടുത്തെ റൈഡ്സും അവിടുത്തെ ഗെയിംസും ഒക്കെ എന്തൊക്കെയാണെന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നെസ്റ്റോയിലെ 3rd ഫ്ലോറിലാണ് ഈ ഒരു ഇൻഡോർ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ, ഈ പ്രൈസ് കൗണ്ടറൊക്കെ. അതായത് നമുക്കിപ്പോൾ ഏത് റൈഡാണെങ്കിലും ഏത് ഗെയിംസും സെലക്ട് ചെയ്താലും നമ്മളത് യൂസ് ചെയ്യുമ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കാർഡൊക്കെ ഇവിടെ വേണം. ഇപ്പം ഇനിയുള്ള വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ഇനി നല്ല നല്ല ഓഫറുകളും അതനുസരിച്ച് ബോണസ് പോയിൻറ്റും ഫ്രീ കൂപ്പൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് പോയി അവിടെ ചെന്ന് നമുക്ക് കാർഡ് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ കയ്യിൽ 25 dirhamsൻ്റെ ഫ്രീ ഫണ്ട് കൂപ്പൺ ഉണ്ടായിരുന്നു. അതായത് ബോണസ് പോയിൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതായതുകൊണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഭാനുക്കുട്ടിയും ദ്രോണയൊക്കെ കൂടെ ആദ്യം വന്ന് ഈ ഒരു റൈഡേ കയറിയിട്ടുണ്ട്. പിന്നെ കൂടുതലും അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമുക്കും ഒക്കെ കുറച്ച് നേരത്തേക്കുള്ള ഒരു ഈ ഒരു റൈഡും ഈ ഒരു ഗെയിംസും ഒക്കെ ഉണ്ട്. നമുക്കും കുറച്ച് നേരത്തേക്കൊന്ന് ത്രില്ലിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നേരം എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്. കുഞ്ഞു പിള്ളേർക്കായിട്ടുള്ള ഒരു ഗെയിംസൊക്കെയാണ്. അതിനൊക്കെ 3 dirhams ഒക്കെ ഉള്ളൂ. ഇതുപോലെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളൊക്കെ കൂടുതലും വരുന്ന ഇതുപോലെയുള്ള ഗെയിംസിനായിട്ടാണ്. അങ്ങനെ ഒരു സെക്ഷൻ അങ്ങോട്ടുണ്ട്. കാർ ഗെയിം, അങ്ങനെ കുറേ ഗെയിംസ് അങ്ങോട്ടുണ്ട്. ഹോഴ്സ് റൈഡിങ്, അതുപോലെ ബൈക്ക് റൈഡിങ്, അതുപോലെ കാർ റൈഡിങ്, അതൊക്കെ എല്ലാം അങ്ങോട്ടുണ്ട് ആ ഒരു സെക്ഷൻ. ഞാനൊന്ന് കാണിക്കാം. പിന്നെ ഇത് അങ്ങോട്ടേക്ക് ഇതുപോലെ ഒക്കെയുള്ള ഗെയിംസ്, ഇങ്ങനത്തെ ഗെയിംസൊക്കെയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ കാർഡ് സ്വൈപ്പ് ചെയ്ത് പല ഗെയിംസുകളാണ് കേട്ടോ. ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്കും കളിക്കാം, എല്ലാവർക്കും. പിന്നെ ദ്രോണക്കുട്ടൻ എന്താണ്ട് ഈ സോക്സ് ഒക്കെ ഇടുന്നത് ഇവരുടെ ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയ. അങ്ങോട്ടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ സോക്സ് നിർബന്ധമാണ്. സോക്സ് ഇട്ടുകൊണ്ട് മാത്രമേ കയറ്റത്തുള്ളൂ. ഇപ്പോൾ കൂടെ പേരൻസ് ആരെങ്കിലും കയറുവാണെങ്കിൽ അവർക്കും സോക്സ് നിർബന്ധമാണ് കേട്ടോ. ഇപ്പോൾ 8 months തൊട്ടേ നമുക്കകത്ത് കുഞ്ഞുങ്ങളെ കയറ്റി കുറേ ബോളുകളും എല്ലാം കൂടെ ഉള്ള കുട്ടികളെയൊക്കെ കയറ്റി നമുക്ക് കളിക്കാനായിട്ട് നല്ലൊരു ഏരിയയാണ്. പിന്നെ നല്ല സേഫ്റ്റിയാണ്. എന്തൊക്കെ വന്നാലും ഒന്ന് വീണാലോ ഒന്നും പേടിക്കാനില്ല. അതുപോലെ തന്നെ അത് നോക്കാൻ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ. പിന്നെ പേരൻസിനും കൂടെ കയറി അവരെ ശ്രദ്ധിക്കാനൊക്കെ പറ്റും. കയറി ചെല്ലുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പിള്ളേർ എൻജോയ് ചെയ്യുന്നതാണ് അതായി കാണുന്നത്. ജമ്പ് ചെയ്ത് മടുക്കുന്നിടം വരെ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരടുത്ത ഒരു റൈഡിലോ അടുത്ത ഗെയിംസിലോട്ട് പോകും. പിന്നെ ഇതുപോലെ ചെറിയ നമുക്ക് ഇതുപോലത്തെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ ഇതുപോലെയാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഒരു ചെറിയൊരു അഡ്വഞ്ചർ ഏരിയ തന്നെയാണ് കേട്ടോ. പിള്ളേർക്ക് ഇതിലൊക്കെ വലയിലൊക്കെ പിടിച്ച് കയറി നല്ല രസമാണ്. പിള്ളേർ എൻജോയ് ചെയ്യും, നമ്മൾ കാണുമ്പോൾ നമുക്കും എൻജോയ് ചെയ്യും. വേണമെങ്കിൽ നമുക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കാണിച്ച് പോകാം. ഇതിൻ്റെ അകത്താണ് വലിയ സ്ലൈഡ്, നല്ല ഒരുമാതിരി വലിയ സ്ലൈഡൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ കയറുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ പേടിക്കാതെ നമുക്ക് വിടാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പോൾ ഈ ദ്രോണക്കുട്ടിൻ്റെ ഏജിലുള്ള പിള്ളേർക്കൊക്കെ കൂടുതലും ഇഷ്ടം ഇതുപോലെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെയാണ് ഒന്നും കൂടെ താല്പര്യം കൂടുതലുള്ളത്. പിന്നെ ഇതിലും ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ 8 months തൊട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പിള്ളേരെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഇരിക്കാറൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള സെറ്റ് ചെയ്ത് കുറച്ച് നല്ലൊരു ബോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന് തൊട്ട് താഴെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം, അതൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിനിയും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് സമയം അവർക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് കണ്ടു പോകാം. പിന്നെ ഇവരുടെ ഈ ഒരു എൻജോയ്മെൻറ്റും ഇവരുടെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കും ചെറിയൊരു ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലേ. അപ്പോൾ ഞാനും ദേത്രക്കുട്ടിയും കൊണ്ട് ആദ്യമായിട്ടാണ് അവളെയും കൊണ്ട് ഒന്ന് സ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ദ്രോണക്കുട്ടനും ഒക്കെ 1 2 3 പറഞ്ഞ് ആര് വിൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളുടേതായ എൻജോയ്മെൻറ്റിലൊന്ന് അവിടെ ഈ സ്ലൈഡൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ദേത്രക്കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഏരിയയും പിന്നെ ബാക്കിയുള്ള ഗെയിംസും എല്ലാം എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടുപോകാം.
ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞു കുട്ടികൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലേ ഏരിയ. ഇവിടെ കുറച്ച് ബോൾസും അങ്ങനത്തെ ഇതൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് കേട്ടോ കുഞ്ഞു പിള്ളേർക്ക്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് കിഡ്സിൻ്റെ പ്ലേ ഏരിയ. ഈ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലത്തെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കണം. ഇതാ ഈ പുറത്ത് ഇതുപോലെ ഈ ഒരു ഹോഴ്സ് റൈഡിങ് ഉണ്ടല്ലോ, ഇത് നമ്മൾ കാണുമ്പോൾ ഓർക്കും എന്ത് സിമ്പിളാണ്. പക്ഷേ ഭയങ്കര എന്താ പറയുന്നത്, കുറച്ച് നമ്മൾ റിസ്ക് എടുത്ത് കളിക്കേണ്ട ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. അതും നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനും നമ്മളെ നോക്കാനും ഒക്കെ അടുത്ത ആളുണ്ട് കേട്ടോ. ഇതിലൊക്കെ കയറാൻ ഏജ് ലിമിറ്റൊക്കെ ഉണ്ട്. ജാനിക്കുട്ടിക്ക് അലൗഡ് അല്ലാത്തതാണ്. പിന്നെ ദ്രോണക്കുട്ടനും ഭാനുക്കുട്ടിയൊക്കെ കൂടെ കയറുന്ന കണ്ട് ആ ഒരു വാശിയുടെ പുറത്ത് നിവർത്തിയില്ലാതെ അത്ര വാശി പിടിച്ച് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ ആളവിടെ നോക്കാനും കെയർ ചെയ്യാനും ആളുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കാർ റേസിങ്, ബൈക്ക് റേസിങ് അങ്ങനെയൊക്കെ ആ ഒരു ഏരിയ ആണ്. കുറച്ചും കൂടെ വലിയ കുട്ടികളൊക്കെ അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ, ആ ഒരു പ്ലേ ഏരിയയിലേക്കാണ്. പിന്നെ പുറത്ത് ഇതുപോലെ കിഡ്സിൻ്റെ ഇതുപോലെ സൂപ്പർ കാർട്ടർ റൈഡൊക്കെയാണ്. ഇതാണ് നെസ്റ്റോ മിയാമോളിലെ ഇൻഡോർ പ്ലേ ഏരിയയിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇനി വെക്കേഷൻ വരുന്നു, കുട്ടികൾക്കൊക്കെ ഇനിയും ഇത് ഷെയർ ചെയ്യുമ്പോൾ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. താങ്ക്